ഹായ് ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മുടെ ഷിയാനക്കുട്ടൻ്റെ ഒരു മോർണിംഗ് റൊട്ടീനാണ് കേട്ടോ. രാവിലെ എണീറ്റിട്ട് നഴ്സറി പോകണ വരെയല്ലേ. അപ്പോൾ ഒരു കിടക്കയിൽ നിന്ന് എഴുന്നേറ്റിട്ട് വീണ്ടും കിടക്കുന്നു, എണിക്കുന്നു, അങ്ങനെ ആയിട്ടുള്ള ഓരോരോ കാട്ടിക്കൂട്ടൽ. അപ്പോൾ ഞാൻ പറഞ്ഞു വായുമ കൃഷ്ണനെ കാണാമെന്ന് പറഞ്ഞിട്ട് കൃഷ്ണൻ്റെ അടുത്ത് കൊണ്ടുപോയി നിർത്തി എന്തൊക്കെയോ നോക്കി ഇന്ന് പറയണമൊക്കെ ഉണ്ട്. പിന്നെ ബാത്റൂമിൽ കൊണ്ടുപോയി പിന്നെ പല്ല് തേക്കാൻ കൊടുത്തു. അതൊക്കെ നല്ല ഇൻട്രസ്റ്റിൽ ചെയ്തോളും. നമ്മൾ എന്ത് പറഞ്ഞു കൊടുത്താലും അതിനനുസരിച്ച് ചെയ്തോളും. ഒന്ന് പേടിപ്പിച്ച് നിർത്തണമെന്നേ ഉള്ളൂ. അപ്പം ബ്രഷൊക്കെ കഴുകി പിന്നെ വെള്ളത്തിൽ കളിക്കാൻ കിട്ടുന്ന ചാൻസ് ഒന്നും മൂപ്പരാൾ കളയാറില്ല. നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഏത് പിള്ളേർക്കാണെങ്കിലും വെള്ളത്തിൽ കളിക്കാൻ കുറച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഇൻട്രസ്റ്റ് ആണല്ലോ. പിന്നെ ഞാൻ പറയുകയാണ് ഇങ്ങനെ തേക്ക് അങ്ങനെ തേക്ക് എന്നൊക്കെ പറയുമ്പോൾ ഒക്കെ ചെയ്ത് മുഖമൊക്കെ ഒന്ന് കഴുകി പിന്നെ ഓരോരോ കോപ്രായങ്ങൾ കാട്ടുന്നുണ്ട്. പിന്നെ കുളിക്കാൻ വേണ്ടി നിർത്തി തോർത്ത് മുണ്ടൊക്കെ എടുത്ത് കൊടുത്ത് നിർത്തി. ആദ്യത്തെ വെള്ളം അവന് ഒഴിക്കണം നിർബന്ധമാണ്. പിന്നെ ഞാൻ കുളിപ്പിച്ച് കൊടുത്ത് തലയൊക്കെ ഒന്ന് തോർത്തി കൊടുത്ത് അതിൻ്റെ ഇടയിൽ ഓരോരോ വിശേഷങ്ങൾ ചോദിക്കും. എപ്പോഴാണ് അമ്മ നഴ്സറിയിൽ നിന്ന് വിളിക്കാൻ വരിക, 3 മണിക്ക് വരുമോ, അങ്ങനെ കുറേ കാര്യങ്ങൾ ചോദിച്ച് ക്രീമൊക്കെ തേച്ച് ഡ്രസ്സൊക്കെ മാറ്റി പിന്നെ ചെറിയൊരു മേക്കപ്പ്, തലമുടിയൊക്കെ ഒന്ന് ചെയ്യി പൗഡറൊക്കെ ഇട്ട് ഒരു കുറി ഇട്ട് കഴിഞ്ഞാൽ നഴ്സറിക്ക് പോകാനുള്ള മേക്കപ്പ് സെക്ഷൻ കഴിഞ്ഞു. അപ്പോൾ അതൊക്കെ ചെയ്തിട്ട് ഇതിനിടയിൽ എന്തൊക്കെയോ എന്നോട് ചോദിക്കുന്നുണ്ട്. ഇടയ്ക്ക് അവരൊന്ന് വാശി പിടിക്കുന്നുണ്ട്, അതെന്ത് അത് വേണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇപ്പോൾ ഒരു പണി ചെയ്യല്ലേ, അവിടെ നിൽക്ക് എന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ. എന്നിട്ട് പിന്നെ സ്റ്റെപ്പുമ്പോൾ കൊണ്ടുപോയിരുത്തി കളിക്കാനുള്ള തോക്ക് വേണമെന്ന് പറഞ്ഞ് കുറച്ച് നേരം കളിച്ചോളാൻ പറഞ്ഞ്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് മേശമ്മ കൊണ്ടുപോയിരുത്തി. ചില ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഒറ്റയ്ക്ക് കഴിക്കും കേട്ടോ. ഒന്ന് പുട്ടായതുകൊണ്ട് ഞാൻ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് കൂടെ ഇരുത്തി കഴിപ്പിച്ചു. അതിനിടയ്ക്ക് ഓരോ വാശിയൊക്കെ പിടിക്കുന്നുണ്ട് കേട്ടോ, വേണ്ട മതി ഛർദ്ദിക്കാൻ വരുന്നു അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പിന്നെ ബാഗൊക്കെ എടുത്ത് എല്ലാവരോടും ടാറ്റ ബൈ ബൈ പറഞ്ഞ് നഴ്സറിയിലേക്ക് കൊണ്ടാക്കി കൊടുത്തു. അപ്പോൾ അവൻ്റെ ടീച്ചർ അവിടെ കാത്തു നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ടാറ്റയും ബൈ ബൈ ഒക്കെ പറഞ്ഞ് നഴ്സറിക്ക് പോയി. ഇനി 3 മണിക്ക് കാണാം.